രക്ഷിതാക്കൾ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതെങ്കിൽ, രക്ഷിതാക്കൾക്ക് പുറമേ തീർച്ചയായിട്ടും നമ്മൾ കുട്ടികളെ സംബന്ധിച്ച് സെക്കൻഡ് ഹോമാണ് സ്കൂൾ എന്ന് പറയുന്നത് പോലെ അവിടെ സെക്കൻഡ് മദറാണ് അല്ലെങ്കിൽ സെക്കൻഡ് ഫാദറാണ് അധ്യാപകരെന്നുള്ളത്. അക്കാര്യത്തിൽ കുട്ടികൾക്കത് ഫീൽ ചെയ്യണം. കുട്ടികൾക്കത് ഫീൽ ചെയ്യിക്കാൻ അധ്യാപകർ കഴിയുന്നിടത്താണ് അധ്യാപകരുടെ വിജയം. അധ്യാപകർ എത്രത്തോളം കുട്ടികളോട് സ്നേഹമസൃണമായ സമീപനത്തോടുകൂടി അവരോട് ഇടപഴകുന്നുവോ, പഠിപ്പിക്കലൊക്കെ രണ്ടാമതാണ്. പലപ്പോഴും അധ്യാപകർ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ സ്വന്തം സബ്ജക്റ്റിൻ്റെ പേര് ബോർഡിൽ എഴുതിയിടുക. പണ്ട് നമ്മൾ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുമായിരുന്നു, ഇപ്പോൾ അത് വൈറ്റ് ബോർഡായി മാറി എന്നുള്ള മാറ്റമുണ്ട്. അപ്പോൾ ആ വൈറ്റ് ബോർഡിൽ അതിൻ്റെ മാർക്കർ വെച്ചിട്ട് എഴുതിയിടുക, അത് കഴിഞ്ഞിട്ടുടൻ തന്നെ പഠിപ്പിച്ചു തുടങ്ങുക. ഇതിനേക്കാളും ബോറൻ പരിപാടി മറ്റൊന്നില്ല. അതോടുകൂടി തന്നെ ആ വിഷയവും കുട്ടികൾക്ക് വെറുപ്പുണ്ടാക്കുന്നുണ്ട്. അധ്യാപകരെയും കുട്ടികൾക്ക് ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിൽ അവരോടും ഒരുപക്ഷെ ഒരു സ്നേഹക്കുറവെന്നല്ല, വെറുപ്പെന്ന് തന്നെ പറയണം. സബ്ജക്റ്റിനോട് വെറുപ്പും അധ്യാപകരോട് വെറുപ്പും ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സമീപനമാണ്. വന്ന് കയറിയാൽ ഉടനെ തന്നെ സബ്ജക്റ്റിൻ്റെ പേരെഴുതിയിട്ട് ഉടൻ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഏതുവരെ പഠിപ്പിച്ചു എന്ന് ഒരുപക്ഷെ ചോദിച്ചേക്കാം. അല്ലെങ്കിൽ അടുത്ത ടെസ്റ്റ് എടുക്കൂ, അല്ലെങ്കിൽ അടുത്ത നോട്ട്ബുക്ക് എടുക്കൂ എന്ന് പറഞ്ഞിട്ട് നേരിട്ട് പഠിപ്പിക്കൽ സമ്പ്രദായത്തിലേക്ക് കടക്കുകയാണ്. അതിന് പകരം എന്തുകൊണ്ട് അധ്യാപകർക്ക് കുട്ടികളുമായിട്ട് അവരുടെ കഴിഞ്ഞ ദിവസത്തെ ശനിജയർ കഴിഞ്ഞ ദിവസമാണ്, കഴിഞ്ഞിട്ടുള്ള തിങ്കളാഴ്ച മുതലുള്ള ദിവസമാണെങ്കിൽ വീക്കെൻഡിനെ കുറിച്ച് അവരോട് ചോദിക്കാം. ഇനി അതല്ല, ഒരു ഇൻ ബിറ്റ്വീനുള്ളൊരു വീക്ക് ഡേ ആയിരുന്നാലും അവരോട് വന്നു കഴിഞ്ഞാൽ ആരോടെങ്കിലുമൊക്കെ, ഇപ്പം ക്ലാസ്സിലിരിക്കുന്ന 30-35 കുട്ടികളോടും ചോദിക്കുക പ്രായോഗികമായിരിക്കില്ല. പക്ഷേ 1-2 കുട്ടികളോട് തന്നെ അവർക്ക് താല്പര്യമുള്ള എന്തെങ്കിലും വിഷയത്തിനെക്കുറിച്ച് ചോദിച്ച് സംസാരിക്കാനും മനസ്സിലാക്കുവാനും ശ്രമിക്കുകയും കുട്ടികൾക്ക് സംസാരിക്കാനുള്ള അവസരം നൽകുകയും, പക്ഷേ അത് നീണ്ടു പോകാത്ത രീതിയിൽ ചുരുക്കുവാനുള്ള പ്രാഗൽഭ്യവും മിടുക്കും അധ്യാപകർക്കുണ്ടാകണം. അത് കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും സ്വന്തമായിട്ടുള്ള തന്നെ എന്തെങ്കിലുമൊക്കെ അവരുടെ അനുഭവങ്ങളും മറ്റും പറഞ്ഞുകൊണ്ട് പതിയെ വിഷയത്തിലേക്ക് കടക്കുകയും ആ വിഷയത്തിന് ഏത് വിഷയമായിക്കോട്ടെ, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ സബ്ജക്റ്റ് കെമിസ്ട്രിയാണ്. ഞാൻ പഠിപ്പിക്കുമ്പോൾ ഡെയിലി ലൈഫുമായിട്ട് റിലേറ്റഡ് ആയിട്ട് മാത്രമേ ഓരോ ചാപ്റ്ററും പഠിപ്പിക്കാറുണ്ടായിരുന്നിട്ടുള്ളൂ. ഇപ്പോഴും അങ്ങനെ തന്നെ വല്ലപ്പോഴും പഠിപ്പിക്കുന്ന അവസരങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് പഠിപ്പിക്കുന്ന വിഷയങ്ങൾ ഏതുമാകട്ടെ, അത് ഭാഷാ വിഷയങ്ങളാകട്ടെ, സയൻസോ മാത്സോ സോഷ്യൽ സയൻസോ തുടങ്ങി അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ബ്രാഞ്ചസിൽ ഏതുമാകട്ടെ, ആ വിഷയങ്ങൾ തീർച്ചയായിട്ടും അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ അവരുടെ ഡെയിലി ലൈഫുമായിട്ട് അവയെ റിലേറ്റ് ചെയ്തുകൊണ്ട്, അത് മാത്തമെറ്റിക്സിനകത്ത് എപ്പോഴും നമ്മൾ ട്രിഗ്നോമെട്രിയെക്കുറിച്ച് ടാൻ തീറ്റയും കോസ് തീറ്റയും കൊസിക്കൻ തീറ്റയും സീക്കൻ തീറ്റയും ഒക്കെ എന്തിനാണ് പഠിച്ചതെന്ന് ചോദിക്കുന്ന പുതിയ തലമുറയുണ്ട്. പഴയ രക്ഷിതാക്കളോട്, പഴയ അധ്യാപകരോട്, അമ്മമാരോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യത്തിനൊരു സാഹചര്യം ഈ പുതിയ തലമുറയ്ക്ക് വരരുത് എന്നുള്ളത് മുൻകൂട്ടി അത് കണക്കിലെടുത്തുകൊണ്ട് ഏത് ട്രിഗ്നോമെട്രി ആവട്ടെ, ഓൾജിബ്ര ആവട്ടെ, മാത്തമെറ്റിക്സിനകത്ത് ഏത് ബ്രാഞ്ചസും ആകട്ടെ, അതുമല്ല സയൻസിനകത്ത് ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയുമായി റിലേറ്റഡ് ആയിട്ട് ബോട്ടണി സുവോളജി തുടങ്ങി ഏത് ബ്രാഞ്ചസും ആവട്ടെ, സോഷ്യൽ സയൻസിനകത്ത് വരുന്ന ഹിസ്റ്ററിയോ പൊളിറ്റിക്സോ എക്കണോമിക്സോ ജോഗ്രഫിയോ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊക്കെ ബ്രാഞ്ചസും ആവട്ടെ, ഇവയൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് തീർച്ചയായിട്ടും ഇപ്പം നമ്മളെപ്പോഴും യഥാർത്ഥ എക്കണോമിക്സ് പഠിപ്പിക്കുമ്പോഴേക്കും ആപ്പിളിനെ ഉദാഹരിച്ചുകൊണ്ടാണ് സംസാരിക്കാറുള്ളത് ഡിമാൻഡ് സപ്ലൈയെ കുറിച്ച് പറയുമ്പോൾ. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും കൺവെൻഷനലായിട്ട് പറഞ്ഞു വന്ന എക്സാമ്പിൾസ് ഉണ്ട്. പക്ഷേ ഇന്ന് ആപ്പിളിൻ്റെ വിലയെന്ന് ചോദിച്ചാൽ കുട്ടികൾ 1.25 ലക്ഷം എന്നായിരിക്കും പറയുക. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് ആപ്പിളിൻ്റെ എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ മാർക്കറ്റിൽ കിട്ടുന്ന പച്ച ആപ്പിളെന്നും ഗ്രീൻ ആപ്പിളെന്നും അല്ലെങ്കിൽ റെഡ് ആപ്പിളെന്നും അല്ലെങ്കിൽ അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ ഊട്ടി ആപ്പിളെന്നും മറ്റു പലതും പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കുട്ടികളുടെ മനസ്സിലാകെ ഒറ്റ ആപ്പിളേ ഉള്ളൂ. ആ ആപ്പിള് ഇപ്പോഴത്തെ ഏറ്റവും 15 പ്രോയൊക്കെ ആയിരിക്കും പറയുക. നമുക്ക് 15 പ്രോ എന്താണെന്ന് അറിഞ്ഞിടാത്ത അധ്യാപകരാണെങ്കിൽ അവർ ഔട്ടാണ്, അവർക്ക് പഠിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ടെക്നോളജിക്കൽ നോളജ്, അവരുടെ വിവരസാങ്കേതികമായിട്ടുള്ള അറിവ്, അത് അധ്യാപകർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അവർ തീർച്ചയായിട്ടും ഫീൽഡ് ഔട്ടാവും. അവർ തീർച്ചയായിട്ടും അധ്യാപകരാകാൻ യോഗ്യതയല്ലാത്തവരാണെന്ന് കുട്ടികൾ വിലയിരുത്തും. അധ്യാപകർക്ക് ക്ലാസ്സിനകത്തോട്ട് കയറി ചെല്ലുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കും. ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് ക്ലാസ്സിൽ നിന്ന് അധ്യാപകർക്ക് കുട്ടികൾക്ക് കൊടുക്കുവാനും കുട്ടികളിൽ നിന്ന് പോസിറ്റീവ് എനർജി തിരികെ ലഭിക്കുവാനും സാധിക്കുന്ന തരത്തിലുള്ള ഒരു ബോണ്ടിങ് ആണ് അധ്യാപകർ കുട്ടികളുമായി ചേർന്ന് ഊട്ടിയുറപ്പിക്കേണ്ടത്.